നമസ്കാരം. ഇവിടെ തന്നിരിക്കുന്നത് ടെസ്റ്റ് യുവർ നോളജ് ആൻഡ് കോംപ്രഹെൻഷൻ ഓഫ് ഇംഗ്ലീഷ് ത്രൂ റീഡിംഗ്. വായനയിലൂടെ ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ അറിവും ഇംഗ്ലീഷ് മനസ്സിലാക്കുവാനുള്ള കഴിവും പരിശോധിക്കുകയാണ് നമ്മൾ ഇന്ന്. അതിലേക്ക് വളരെ ലളിതമായ രീതിയിൽ ഒരു കഥ ഇവിടെ അർത്ഥസഹിതം ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ വിവരിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് അതേ കഥ ശബ്ദമില്ലാതെ വെറും ലേഖനമായി തന്നിരിക്കുകയുമാണ്. ഈ ലേഖനം നിങ്ങൾ സ്വയം വായിച്ച് അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വയം നൽകി അത് വായിക്കുവാൻ ശ്രമിക്കണം. അർത്ഥം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ വീഡിയോയുടെ ആദ്യ ഭാഗം വീണ്ടും കണ്ട് അർത്ഥം മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതുമാണ്. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും കാണുന്നത് മൂലം ഇംഗ്ലീഷ് ഭാഷയിലെ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും വായിച്ച് എളുപ്പം ആശയം മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇംഗ്ലീഷ് ലേണിംഗ് പ്രാക്ടീസ്, ഇംഗ്ലീഷ് പഠന പരിശീലനം. ഇവിടെ ഒരു കഥ തന്ന് ഞാൻ അർത്ഥം വിശദീകരിക്കുകയാണ്. ഈ കഥാപഠനത്തിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൂടുതൽ അടുത്തറിയുവാൻ കഴിയുന്നതാണ്. Once upon a time, there was a beautiful princess who lived in a big castle. She loved to play by the pond near the castle. One day, while playing, she accidentally dropped her golden ball into the pond. She was very sad because she couldn't reach it. അർത്ഥം നോക്കാം. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ദെയർ വാസ്, ഉണ്ടായിരുന്നു, എ ബ്യൂട്ടിഫുൾ പ്രിൻസസ്, സുന്ദരിയായ ഒരു രാജകുമാരി. പ്രിൻസസ്, രാജകുമാരി. ഈ വാക്കിലെ അവസാനത്തെ 2 എസ് ഒഴിവാക്കിയാൽ പ്രിൻസ് എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം രാജകുമാരൻ എന്നാണ്. അപ്പോൾ ദെയർ വാസ്, ഉണ്ടായിരുന്നു, എ ബ്യൂട്ടിഫുൾ പ്രിൻസസ്, സുന്ദരിയായ ഒരു രാജകുമാരി. ഹൂ ലിവ്ഡ് ഇൻ എ ബിഗ് കാസിൽ. ഹൂ ലിവ്ഡ്, ആരാണോ ജീവിച്ചിരുന്നത്, ഇൻ എ ബിഗ് കാസിൽ, വളരെ വലിയൊരു സൗധത്തിൽ. കാസിൽ എന്ന വാക്കിന് കോട്ടയെന്നും കോട്ടയോട് കൂടിയ സൗധം എന്നും അരമനയെന്നും കൊട്ടാരമെന്നുമൊക്കെ നമുക്ക് അർത്ഥം കൊടുക്കാവുന്നതാണ്. ഇവിടെ കോട്ടയോട് കൂടിയ വലിയൊരു സൗധത്തിൽ സുന്ദരിയായ ഒരു രാജകുമാരി പണ്ടൊരിക്കൽ ഉണ്ടായിരുന്നു. ഷീ ലവ്ഡ് ടു പ്ലേ, അവൾ കളിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ബൈ ദി പോണ്ട്, കുളത്തിനരികെ, നിയർ ദ കാസിൽ, ആ കോട്ടയോടുകൂടിയ സൗധത്തിൻ്റെ അടുത്തുള്ള ഒരു കുളത്തിനരികെ കളിക്കുവാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. വൺ ഡേ, ഒരു ദിവസം, വൈൽ പ്ലേയിങ്, കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഷീ, അവൾ, ആക്സിഡൻ്റലി, ആകസ്മികമായി, ഡ്രോപ്ഡ്, വീണു, ഹെർ ഗോൾഡൻ ബോൾ, സ്വർണ്ണ നിറത്തിലുള്ള അവളുടെ പന്ത്, ഇൻറ്റു ദി പോണ്ട്, കുളത്തിൻ്റെ ഉള്ളിലേക്ക്. ഗോൾഡൻ എന്ന വാക്കിനർത്ഥം സ്വർണ്ണ നിറത്തിലുള്ള എന്നും സ്വർണം കൊണ്ടുണ്ടാക്കിയ എന്നും അർത്ഥമുണ്ട്. ഇവിടെ ഗോൾഡൻ ബോൾ എന്ന് പറയുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള പന്ത് എന്നും അർത്ഥമെടുക്കാം, അല്ലെങ്കിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച പന്ത് എന്നും അർത്ഥമെടുക്കാം. അപ്പോൾ വൺ ഡേ, ഒരു ദിവസം, വൈൽ പ്ലേയിങ്, കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഷീ ആക്സിഡൻ്റലി ഡ്രോപ്ഡ് ഹെർ ഗോൾഡൻ ബോൾ ഇൻ ടു ദി പോണ്ട്, ആകസ്മികമായി അവളുടെ ഗോൾഡൻ ബോൾ ആ കുളത്തിലേക്ക് വീണു. ഷീ വാസ് വെരി സാഡ്, അവൾക്ക് വളരെയധികം ദുഃഖമുണ്ടായി. ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ, ഷീ കുഡിൻ്റ് റീച്ച് ഇറ്റ്, അവൾക്കതിനെ സമീപിക്കുവാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ അവൾ എത്ര ശ്രമിച്ചിട്ടും അവൾക്കത് എടുക്കുവാൻ കഴിഞ്ഞില്ല. റീച്ച് എന്ന് വെച്ചാൽ എത്തുക, എത്തിച്ചേരുക, കൈ നീട്ടി പിടിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ റീച്ച് എന്ന വാക്കിന് അർത്ഥമുണ്ട്. Then a friendly frog hopped out of the pond and said, I can help you get your ball back, but you must promise to be my friend and let me eat dinner with you. The princess agreed, and the frog dived into the pond and fetched her golden ball. True to her word, the princess invited the frog to dinner. At first, she felt a bit uneasy eating with a frog, but later she found him to be quite charming.
അർത്ഥം നോക്കാം. ദെൻ അപ്പോൾ എ ഫ്രണ്ട്ലി ഫ്രോഗ്, മിത്രഭാവേന ഒരു തവള, സൗഹാർദ്ദത്തോടുകൂടി ഒരു തവള, ഹോപ്ഡ് ചാടി, ഔട്ട് ഓഫ് ദി പോണ്ട്, കുളത്തിൽ നിന്ന് സൗഹാർദ്ദത്തോടുകൂടി ഒരു തവള ചാടി പുറത്തേക്ക് വന്നിട്ട് ആൻഡ് സെഡ് എന്നിട്ട് പറഞ്ഞു, ഐ ക്യാൻ ഹെൽപ്പ് യു, എനിക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും, ഗെറ്റ് യുവർ ബോൾ ബാക്ക്, നിങ്ങളുടെ പന്ത് തിരിച്ചെടുത്തു തരുവാൻ. ബട്ട് പക്ഷേ യു മസ്റ്റ് പ്രോമിസ്, നിങ്ങൾ എനിക്ക് വാക്ക് തരണം, ടു ബി മൈ ഫ്രണ്ട്, എൻ്റെ സുഹൃത്തായിരിക്കുമെന്ന്, ആൻഡ് ലെറ്റ് മീ, എന്നിട്ട് എന്നെ അനുവദിക്കുകയും ചെയ്യണം, ഈറ്റ് ഡിന്നർ വിത്ത് യു, നിങ്ങളോടൊപ്പം ഡിന്നർ കഴിക്കുവാനും. ഡിന്നർ എന്നാൽ ഒരു ദിവസത്തെ പ്രധാന ഭക്ഷണം, അതിന് വിരുന്ന്, അത്താഴം എന്നൊക്കെയും അർത്ഥമുണ്ട്. ദ പ്രിൻസസ് എഗ്രീഡ്, ആ രാജകുമാരി സമ്മതിച്ചു. ആൻഡ് ഫ്രോഗ് ഡൈവ്ഡ് ഇൻ ടു ദി പോണ്ട്, എന്നിട്ട് ആ തവള കുളത്തിലേക്ക് ചാടി. ആൻഡ് ഫെച്ച്ഡ് ഹെർ ഗോൾഡൻ ബോൾ, എന്നിട്ട് അവളുടെ സ്വർണ്ണപ്പന്ത് തിരിച്ചു കൊണ്ടുവന്നു. ട്രൂ ടു ഹെർ വേർഡ്, അവളുടെ വാക്ക് പാലിച്ചുകൊണ്ട് ദ പ്രിൻസസ് ഇൻവൈറ്റഡ് ദ ഫ്രോഗ് ടു ഡിന്നർ, ആ രാജകുമാരി തവളയെ ഡിന്നറിന് ക്ഷണിച്ചു. അറ്റ് ഫസ്റ്റ്, ആദ്യം ഷീ ഫെൽറ്റ് എ ബിറ്റ് അൺഈസി, അവൾക്ക് ചെറുതായൊരു അസ്വസ്ഥത അല്ലെങ്കിൽ വിഷമം ഉണ്ടായി അല്ലെങ്കിൽ തോന്നി. ഈറ്റിംഗ് വിത്ത് എ ഫ്രോഗ്, ഒരു തവളയോടൊപ്പം ആഹാരം കഴിക്കുന്നതിൽ ആദ്യം അവൾക്കൊരു ചെറുതായുള്ളൊരു അസ്വസ്ഥത തോന്നി. ബട്ട് ലേറ്റർ, പക്ഷെ പിന്നീട്, ഷീ ഫൗണ്ട് ഹിം ടു ബി ക്വൈറ്റ് ചാമിങ്, അവൻ തികച്ചും ആകർഷകൻ ആണെന്ന് അവൾ കണ്ടെത്തി. പിന്നീട് അവൻ തികച്ചും ആകർഷകൻ ആണെന്ന് അവൾ കണ്ടെത്തി. As they became friends, something magical happened. The frog transformed into a handsome prince. He had been cursed by an evil witch, and only the kindness of the princess could break the spell. Thus they became inseparable. They lived happily ever after in the castle, remembering the lesson that true friendship and kindness can break even the strength of spells. നമുക്ക് അർത്ഥം നോക്കാം. ആസ് ദേ ബിക്കെയിം ഫ്രണ്ട്സ്, അവർ കൂട്ടുകാരായി തീർന്നതോടുകൂടി, സംതിങ് മാജിക്കൽ ഹാപ്പൺഡ്, സംതിങ് ചിലത്, മാജിക്കൽ അത്ഭുതകരമായത്, ഹാപ്പൺഡ് സംഭവിച്ചു, ചില അത്ഭുതങ്ങൾ സംഭവിച്ചു. ദ ഫ്രോഗ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഹാൻസം പ്രിൻസ്, ആ തവള ട്രാൻസ്ഫോംഡ് രൂപാന്തരം പ്രാപിച്ചെങ്കിൽ അതിന് രൂപമാറ്റമുണ്ടായി. ഇൻ ടു എ ഹാൻസം പ്രിൻസ്, സുന്ദരനായ ഒരു രാജകുമാരനായി. ഹി ഹാഡ് ബീൻ കഴ്സ്ഡ്, അവനെ ശപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബൈ ആൻ ഈവിൽ വിച്ച്, ഒരു ദുർമന്ത്രവാദിനിയാൽ, ഒരു ദുഷ്ടമന്ത്രവാദിനിയാൽ അവൻ നേരത്തെ ശപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വിച്ച്, WITCH, മന്ത്രവാദിനി, ഇത് സ്ത്രീലിംഗമാണ്. ഇതിൻ്റെ പുല്ലിംഗം മന്ത്രവാദി എന്ന് പറയുവാൻ WIZARD, വിസാർഡ്, WIZARD, വിസാർഡ് എന്ന് വെച്ചാൽ മന്ത്രവാദി, അത് പുല്ലിംഗമാണ്. ആൻഡ് ഓൺലി ദ കൈൻഡ്നെസ് ഓഫ് ദി പ്രിൻസസ് കുഡ് ബ്രേക്ക് ദ സ്പെൽ, ആ ശാപം അല്ലെങ്കിൽ ആ മന്ത്രം ബ്രേക്ക് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ, അത് മുറിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു രാജകുമാരിയുടെ ദയയ്ക്കു മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ആൻഡ് ഓൺലി ദ കൈൻഡ്നെസ് ഓഫ് ദി പ്രിൻസസ്, രാജകുമാരിയുടെ ദയ കൊണ്ട് മാത്രം, കുഡ് സാധിക്കുമായിരുന്നു, ബ്രേക്ക് ദ സ്പെൽ, ആ മന്ത്രം മുറിക്കുവാൻ. സ്പെൽ എന്ന് വച്ചാൽ മന്ത്രം. ദസ്, അങ്ങനെ, ദേ ബിക്കെയിം ഇൻസെപ്പറബിൾ, അവർ വേർപെടുത്താൻ ആവാത്തവരായി മാറി. ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ ഇൻ ദ കാസിൽ, അവർ ആ കൊട്ടാരത്തിൽ, ആ സൗധത്തിൽ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ജീവിച്ചു. റിമെമ്പറിങ്, ഓർമ്മിപ്പിച്ചുകൊണ്ട്, ദ ലെസൺ ദാറ്റ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കൈൻഡ്നെസ് ക്യാൻ ബ്രേക്ക് ഈവൻ ദി സ്ട്രെങ്ത് ഓഫ് സ്പെൽസ്, മന്ത്രങ്ങളുടെ ശക്തിയെപ്പോലും യഥാർത്ഥ സൗഹൃദം കൊണ്ടും ദയ കൊണ്ടും മുറിക്കുവാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കുവാൻ കഴിയും എന്നുള്ള പാഠം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ സന്തോഷത്തോടുകൂടി ആ കൊട്ടാരത്തിൽ എന്നേക്കുമായി ജീവിച്ചു.
നമ്മൾ ഇപ്പോൾ കേട്ട കഥ ശബ്ദമില്ലാതെ അതേപടി ഇതിന് ശേഷം തന്നിരിക്കുകയാണ്. അത് നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കണം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഭാവിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും വായിച്ച് അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതാണ്.